ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. എൻ്റെ പേര് പീറ്റർ ചേരാനല്ലു. 1973 ഒരു ഫെബ്രുവരി മാസത്തിൽ 26-ാം തീയതിയാണ് എൻ്റെ ജനനം. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയുടെ കരം പിടിച്ച് പള്ളിയിലേക്ക് പോകുന്ന ആ നാൾ മുതൽ എനിക്ക് ഓർമ്മയുള്ള ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. നിത്യസഹായ മാതാ പള്ളിയിലാണ് എൻ്റെ ആദ്യത്തെ ഒരു സംഗീത ലോകത്തെ ആലാപനം എന്ന് പറയുന്ന ഒരനുഭവം. എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള നിത്യസഹായ മാതാവിൻ്റെ പള്ളിയിലാണ് ഞാൻ ആദ്യമായി പാടി എൻ്റെ സംഗീത ജീവിതം ആരംഭിക്കുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറയുന്നത്. ഏകദേശം ഞാനൊരു 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം, എനിക്ക് ഏകദേശം ഒരു 7 വയസ്സ് ഉണ്ട്. ആ സമയങ്ങളിൽ സ്കൂളിലും പാട്ടുപാടാനുള്ള മത്സരങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ അതിൽ പങ്കുചേരാറുണ്ട്. സ്കൂൾ തലത്തിലും അതുപോലെ പള്ളിയുടെ അങ്കണത്തിലുമൊക്കെ പയ്യെ പയ്യെ പാടി വളർന്ന എൻ്റെ അനുഭവങ്ങളാണ് ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അന്നത്തെ നാളിൽ ഇന്നത്തെ കാലത്തെ പോലെ കീബോർഡോ ഹാർമോണിയോ ഒന്നുമില്ല, വെറുതെ വായ്പാട്ടാണ്. അങ്ങനെ ഈശോയുടെ നാമത്തിൽ സാധാരണ പോലെ പാടി പാടി വളർന്നു വന്നു. പിന്നീട് അങ്ങോട്ട് ദൈവം ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിലും എന്നെ കൂടുതൽ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ പേര് ജോസഫ് ടി.എ, അമ്മച്ചിയുടെ പേര് മേഴ്സി ജോസഫ്. കുഞ്ഞുനാളിൽ ഒരുപാട് കഷ്ടതകളുണ്ടായിരുന്നു. അപ്പച്ചൻ മരിക്കുന്നത് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ്. അപ്പച്ചൻ മിലിറ്ററിയിലായിരുന്നു. അപ്പച്ചൻ്റെ മിലിറ്ററി അനുഭവങ്ങൾ എനിക്ക് അമ്മ പറഞ്ഞു തന്ന അനുഭവങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. മറ്റനുഭവങ്ങളൊന്നും അപ്പച്ചനോട് ചോദിച്ച് അറിഞ്ഞുള്ള അനുഭവങ്ങളൊന്നുമില്ല. അന്നത്തെ കാലത്ത് അപ്പച്ചൻ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിലും അതുപോലെ ഇന്ത്യ ചൈനയായിട്ടുള്ള യുദ്ധത്തിൽ, ഇന്ത്യ ബംഗ്ലാദേശായിട്ടുള്ള യുദ്ധത്തിൽ, ഈ 3 യുദ്ധത്തിലും അപ്പച്ചൻ പങ്കുചേർന്നിട്ടുണ്ട്. അതിൻ്റെ മെഡലുകളൊക്കെ അപ്പച്ചന് കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ പിന്നീട് അപ്പച്ചൻ അതിൻ്റെ 15 വർഷം പൂർത്തിയാക്കി അപ്പച്ചൻ മിലിറ്ററിയിൽ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് അപ്പച്ചൻ്റെ മരണം. അപ്പച്ചൻ്റെ മരണത്തിന് ശേഷം ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. അമ്മയുടെ തണൽ ഞങ്ങൾ 4 മക്കൾ വളർന്നു വന്നു. ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ കാലഘട്ടങ്ങളുണ്ടായിരുന്നു. സാമ്പത്തിക മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് പോന്നത്. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിയത്. എങ്കിലും ആ കഷ്ടപ്പാടുകളെ പിന്നീട് ദൈവം നന്മയാക്കി മാറ്റിയ അനുഭവമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ആ കാലഘട്ടത്തിൽ ഞാൻ ഏകദേശം ഒരു 5-ാം ക്ലാസ് തുടങ്ങിയുള്ള അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു അനുഭവം, സ്കൂളിലെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പണ്ട് സ്കൂളിൽ നമ്മൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്കൂൾ കലോത്സവ മത്സരങ്ങളിലൊക്കെ ഞാനും പങ്കുചേരും. പാട്ടിന് മാത്രമല്ല, ഒപ്പന, ലളിതഗാന മത്സരം,
പിന്നെന്താണ് ദേശീയഗാന മത്സരം, ഇങ്ങനെ പല പല മത്സരങ്ങളുണ്ട്, പരിചമുട്ടുകളി, നാടകം, ഇങ്ങനെ എനിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ മത്സരങ്ങളിലും ഞാനും പങ്കുചേർന്നിരുന്നു. എന്നെ എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സഹപാഠികൾ, എൻ്റെ അമ്മച്ചി, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അങ്ങനെ ആ ഒരു നാളിൽ തുടങ്ങിയുള്ള എൻ്റെ ഈ കലാലയ ജീവിതം എന്ന് പറയുന്നത് ആ നാളുകളിൽ തുടങ്ങി തന്നെ ഉണ്ട്. അങ്ങനെ വളർന്നു വന്നു. ഒരുപാട് പേരുടെ പ്രോത്സാഹനത്തോടു കൂടി തന്നെ ആ കലോത്സവങ്ങളിലൊക്കെ ഞാൻ പങ്കുചേരുമായിരുന്നു. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി പാടണം, ദൈവികമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകണം. ഇങ്ങനെയുള്ള ഉള്ളിലുള്ള ഒരു ഉത്ബോധം എന്നെ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ആത്മീയമായ ഗാനങ്ങൾ ചെയ്യുവാനും എന്നെ പ്രേരിപ്പിക്കുകയുണ്ടായി. ഏകദേശം എനിക്കൊരു 17 വയസ്സുള്ളപ്പോൾ ഞാൻ ITIയിൽ, ഗവൺമെൻറ് ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആരംഭിക്കുന്നത്. ITI പഠിച്ചുകൊണ്ടിരിക്കുന്ന നാളുകളിൽ സത്യത്തിൽ എനിക്ക് ഇയർ ഡ്രമ്മിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ആ പ്രോബ്ലം കാരണം ITIയിൽ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം 2 പ്രാവശ്യം എൻ്റെ ചെവി ഓപ്പറേഷൻ ചെയ്തു. എൻ്റെ ഇയർ ഡ്രമ്മിനൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഹോളായിരുന്നു. ഈ ഹോള് കാരണം ഈ ഇടതേ ചെവിക്ക് കേൾവിക്കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ്സിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയൊക്കെ കടന്നുപോയിരുന്നു. പലതും പറയുന്നത് കേൾക്കാത്തത് കൊണ്ട് തന്നെ പലതും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷേ ഞാൻ ഈ ചെവിയുടെ അസുഖം മാറ്റുവാനായിട്ട് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ തന്നെയാണ്. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു, 2 പ്രാവശ്യവും ഫെയിലായി. അങ്ങനെ ഒരു വളരെ സങ്കടത്തോടു കൂടിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അമ്മച്ചി പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഒരു റിട്രീറ്റ് കൂടാൻ പറഞ്ഞു. അങ്ങനെ റിട്രീറ്റ് കൂടുകയും ആ റിട്രീറ്റിൽ ഞാൻ പങ്കെടുക്കുകയും, അത് ഡിവൈനിലായിരുന്നു ആദ്യത്തെ റിട്രീറ്റ് 90 കാലഘട്ടത്തിൽ. ആ റിട്രീറ്റിൽ പനക്കലച്ചൻ്റെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിലൂടെ എനിക്കൊരു കാര്യം വെളിപ്പെട്ടു, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ആത്മീയ തലത്തിലാണ് എന്നുള്ള ഒരു വെളിപാട് അവിടുത്തെ കൗൺസിലേഴ്സിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് ഞാൻ എൻ്റെ കഴിവുകൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഞാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ കൗൺസിലറോട് പറഞ്ഞു, എനിക്കിങ്ങനെ പാടുവാനുള്ള ഒരു ആഗ്രഹമുണ്ട്, അത് ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരും അത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പീറ്ററിന് പാടുവാനുള്ള കഴിവുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടി. പക്ഷേ അത് പീറ്ററിനോട് ഞങ്ങൾ പറയുമ്പോൾ പീറ്റർ അതെങ്ങനെ എടുക്കുമെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പം ഞാനായിട്ട് തന്നെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മോനെ, ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ സമർപ്പിക്കുന്നതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ നിർദ്ദേശം. അങ്ങനെ ഞാൻ പനക്കലച്ചൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞത് ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നീട് ആത്മീയ തലത്തിലേക്ക് എൻ്റെ കഴിവുകൾ കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചത്. പിന്നീട് അങ്ങോട്ട് വെച്ചടി ഉയർച്ചയായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായത്. ആദ്യമായിട്ട് ഞാൻ ചെയ്ത പാട്ടെന്ന് പറയുന്നത് മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന എന്ന് തുടങ്ങുന്നൊരു പാട്ടാണ്. മാമരച്ചില്ലകളെ പാടൂ ഓശാന ഓശാന, വയലിലെ ലില്ലികളെ പാടൂ ഓശാന ഓശാന. ഇതാണ് സത്യത്തിൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന പാട്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു 10ഓളം പാട്ട് ചേരുന്ന ഒരു ആൽബമാണ് ആദ്യം ഇറങ്ങുന്നത്. അത് ആശ്വാസ വചനങ്ങൾ എന്നാണ് ആ ആൽബത്തിൻ്റെ പേര്. അതന്ന് ട്രേസ് കമ്മ്യൂണിക്കേഷനാണ് ഇറക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ പോട്ടാശ്രമത്തിൽ ശുശ്രൂഷയ്ക്ക് നിൽക്കാൻ വേണ്ടി പനക്കലച്ചനോട് ചോദിച്ചു, ഞാനിങ്ങനെ നിന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഇവിടുത്തെ പാട്ടുകാരായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ അവരൊരു പാട്ടൊക്കെ പഠിപ്പിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരോട് പോട്ടാശ്രമത്തിലെ അച്ഛന്മാർ പറഞ്ഞിരുന്നു,
ഡിവൈനിൽ ആരെങ്കിലും പാട്ട് പാടാനുള്ള കഴിവുള്ള ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആൻ്റണി ഫെർണാണ്ടസും ടീം അംഗങ്ങളും എന്നെ റെക്കമെൻഡ് ചെയ്തു. അന്ന് പോട്ടാശ്രമത്തിലെ ഡയറക്ടറായിരുന്ന കൊച്ചു മാത്യു ഇലവങ്കിൽ അച്ഛനും അതുപോലെ അഗസ്റ്റിൻ പടിഞ്ഞാറക്കുറ്റി അച്ഛൻ, ഇവർ രണ്ടുപേരുമായിരുന്നു അവിടുത്തെ ഡയറക്ടറും അസിസ്റ്റൻറ്റുമാരും. അവരുടെ അടുത്ത് കൊണ്ടുവന്ന് എന്നെ ആക്കി. അവർക്കും എന്നെ വലിയ കാര്യമായി. എന്നെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ച് നോക്കി, അവർക്കും ഇഷ്ടമായി. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, പീറ്റർ ഞങ്ങളെ കൂടി ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി അച്ഛന്മാരോടൊപ്പം ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്തു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് എനിക്ക് ബാക്കോട്ട് നോക്കേണ്ടി വന്നില്ല. ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരികയുണ്ടായി. അവിടുത്തെ പ്രാർത്ഥനാവേളകളിലും ധ്യാനങ്ങളിലും അതുപോലെ പരിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഒക്കെ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന കൃപകളെന്ന് പറയുന്നത് ഞാൻ അറിയാതെ തന്നെ എന്നിലേക്ക് ഒരുപാട് കൃപകൾ വന്നുകൊണ്ടിരിക്കുകയുണ്ടായി. അവിടെ നിന്ന് ഒരുപാട് കൺവെൻഷനുകളിൽ പങ്കുചേരുകയുണ്ടായി. അങ്ങനെ ഓരോ ദിവസവും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ലഭിച്ച ഒരു പുതിയൊരു അനുഭവം അല്ലെങ്കിൽ പുതിയൊരു കൃപയാണ് സംഗീത സംവിധാനം ചെയ്യുവാനുള്ള കൃപ. പിന്നീട് അങ്ങോട്ടൊരു സംഗീത സംവിധായകനായി മാറുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ ഉയർത്തി. ഇതാണ് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു കൃപ എന്ന് പറയുന്നത്. അതുവരെ ഞാൻ സംഗീതം ചെയ്യണം അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകനാകണം എന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല. പക്ഷേ അവിചാരിതമായിരുന്നു. അതാണ്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യും, എന്നാൽ അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണെന്ന് വചനം പറയുന്നുണ്ട്, ഇല്ലേ? അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്. ഞാൻ ഏതൊക്കെയോ പദ്ധതികളാണ് ആഗ്രഹിച്ചിരുന്നതും എൻ്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നതും. കുഞ്ഞുനാളിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്, അപ്പച്ചൻ മിലിറ്ററിയിലായിരുന്നത് കൊണ്ട് അപ്പച്ചനെ പോലെ ഒരു മിലിറ്ററിക്കാരനാകണം, ഇതായിരുന്നു ആഗ്രഹം. പക്ഷേ 2 പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു, നടന്നില്ല. 2 പ്രാവശ്യവും ഫെയിലായി. ആ 2 പ്രാവശ്യം ഫെയിലായത് എൻ്റെ ചെവിയുടെ പ്രോബ്ലം കൊണ്ടായിരുന്നു. ഇയർ ഡ്രമ്മിന് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അന്ന് എന്നെ ഇൻ്റർവ്യൂ ചെയ്ത മെഡിക്കൽ ഓഫീസർ, മിലിറ്ററിയിലെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞത്, താങ്കൾക്ക് ഒരു ഡിഫൻസിലും ചേരാൻ പറ്റില്ല. അഥവാ ചേരാൻ പറ്റണമെങ്കിൽ താങ്കളുടെ ചെവിയുടെ പ്രോബ്ലം മാറ്റണം, അല്ലാതെ താങ്കൾക്ക് കിട്ടില്ല. അപ്പോൾ എനിക്കാകെ സങ്കടമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഞാൻ ITI പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും 1 പ്രാവശ്യം ഞാൻ ഇൻ്റർവ്യൂവിന് പോയിരുന്നു. അതും ഇതുപോലെ ഫെയിലായി. ആ സമയത്താണ് ഞാൻ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഓപ്പറേഷനും ഫെയിലായിരുന്നു. പിന്നീട് അമ്മച്ചിയാണ് പറഞ്ഞത് ധ്യാനം കൂടാൻ, ധ്യാനത്തിലൂടെ മോൻ്റെ അസുഖം ഭേദമാകും, അതിനുശേഷം നമുക്ക് മിലിറ്ററിയിൽ പോകാം എന്ന് പറഞ്ഞായിരുന്നു അന്ന് അമ്മച്ചി എന്നെ പറഞ്ഞു വിട്ടത്. പക്ഷേ എൻ്റെ ടേണിംഗ് പോയിൻ്റ് അവിടെ നിന്ന് മാറുകയാണ്. പോട്ടാശ്രമത്തിലൂടെ പിന്നീട് അങ്ങോട്ട് കൃപകൾ ലഭിച്ചു തുടങ്ങി, പ്രാർത്ഥനകളിലൂടെ കൃപകൾ ലഭിച്ചു തുടങ്ങി. അവിടെ നിന്നും പാട്ടുകൾ കമ്പോസ് ചെയ്തു. അന്ന് ആദ്യമായിട്ട് ഞാൻ ചെയ്ത പാട്ടാണ് മാമരച്ചില്ലകളെ പാടുക. അതാണ് ഞാൻ നേരത്തെ പാടിയത്. പിന്നീട് ആ ആൽബം ഇറങ്ങി. കാസറ്റ് ഫീൽഡിൽ ഒരു ഗ്രിപ്പായി. കാസറ്റ് ഫീൽഡിൽ ഗ്രിപ്പായതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വെച്ചടി കയറ്റമായിരുന്നു. ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് എൻ്റെ അടുക്കൽ വരാൻ തുടങ്ങി. പീറ്റർ, ഞങ്ങൾക്കൊരാൽബം ചെയ്തു തരുമോ, ഞങ്ങൾക്കൊരാൽബം ചെയ്തു തരുമോ, ഇങ്ങനെ ഒരുപാട് പേര് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ എല്ലാവരും വന്നാൽ എനിക്ക് എങ്ങനെയാണ് ഇത്രയും പാട്ടുകൾ ചെയ്യാൻ പറ്റുന്നത്? കാരണം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എന്നിലേക്ക് കടന്നു വരുന്ന പാട്ടുകൾ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു ആൽബം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ്
എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരും ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ആഴ്ചയിൽ പാട്ടുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പറ്റാത്തൊരു അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയാൻ തുടങ്ങി, ഇത് ദൈവം തരാതെ എനിക്ക് പാട്ടുകളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയങ്ങളിൽ എനിക്ക് തരുന്ന പാട്ടുകൾ ഞാൻ ചേർത്ത് വയ്ക്കും, പാട്ടുകളാവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് വിടുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഒരു 6 മാസമൊക്കെ ആകുമ്പോൾ നല്ല നല്ല പാട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ ആൽബങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങി. വർഷത്തിൽ ചിലപ്പോൾ 1 ആൽബമായിരിക്കും, അല്ലെങ്കിൽ വർഷത്തിൽ 2 ആൽബമായിരിക്കും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. ആ ചെയ്യുന്ന ആൽബങ്ങളെല്ലാം വൻ ഹിറ്റായിട്ട് മാറി. അങ്ങനെ ആദ്യകാലത്ത് ചെയ്ത ഒരുപാട് ആൽബങ്ങളുണ്ട്, നിങ്ങൾ കേട്ട് കാണുമല്ലോ. സായുജ്യം, അതിലെ പാട്ടാണ് ജീവിത തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. ഞാനൊന്ന് 2 ലൈൻ പാടാം. ജീവിതത്തോണി തുഴഞ്ഞു തുഴഞ്ഞു തളർന്നപ്പോൾ തുണയായി വന്നവനേശു. കേട്ടിട്ടുണ്ടോ? ഈ പാട്ടും അതിൽ ഒരുപാട് പാട്ടുകളുണ്ട്. സമർപ്പണം ചെയ്തിടുന്നേശുവേ, അത് ഞാൻ തന്നെ പാടിയിരിക്കുന്നത്. ജീവിത തോണി മാർക്കോസേട്ടൻ പാടിയിട്ടുണ്ട്, അതുപോലെ ദലീമ പാടിയിട്ടുണ്ട്. അത് പിന്നീട് വിൽസൺ ഓഡിയോസാണ് അത് പ്രകാശനം ചെയ്തതും. അത് പാമ്പയ്ക്കലച്ചനാണ് ആ പാട്ടിൻ്റെ പ്രൊഡക്ഷൻ ആദ്യം നിർമ്മിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് വിൽസൺ ഓഡിയോസ് ഏറ്റെടുക്കുകയുണ്ടായി. അതിലെ പാട്ടുകൾ എല്ലാം തന്നെ എഴുതിയിരിക്കുന്നതും മരിച്ചുപോയ പാമ്പയ്ക്കലച്ചൻ, ജോസഫ് പാമ്പയ്ക്കലച്ചനാണ്. അതുപോലെ ഷീബ വരാപ്പുഴ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പെങ്ങളും ആ ജീവിത തോണി എന്ന് പറയുന്ന പാട്ടിൻ്റെ ആദ്യത്തെ 8 ലൈൻ ഷീബ വരാപ്പുഴയാണ് എഴുതിയിരിക്കുന്നത്. ബാക്കിയുള്ള ലൈൻസൊക്കെ അച്ഛനാണത് ക്രമീകരിച്ചത്. അങ്ങനെ പിന്നീട് ഓരോ ആൽബങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. പ്രപഞ്ചം, പിന്നെ പ്രപഞ്ച സത്യം, ജീസസ് ക്രൈസ്റ്റ്, പിന്നെന്താണ് ശാലോം, എമ്മാനുവേൽ, ലോർഡ് ജീസസ്, ദ ലോർഡ്, പിന്നെ ഹോളി സ്പിരിറ്റ്, ഇൻഫൻറ്റ് ജീസസ്. എനിക്ക് ഓർമ്മ ഉള്ള ഇത് മാത്രം ഞാൻ പറയുന്നതാണ്. ഒരുപാടുണ്ട്, ഇഷ്ടം പോലെയാണ്. നമുക്കത് ഓർത്തെടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ഓർക്കുന്ന പാട്ടുകളൊക്കെ ഞാനൊന്ന് കോർത്തിണക്കാം. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആൽബം ജോണി സാഗരികയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ജോണി സാഗരികയ്ക്ക് ആ ഒരു ആൽബത്തിലൂടെ നല്ലൊരു ബെനിഫിറ്റ്സ് കിട്ടിയ. അത് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ കുറേയും കൂടിയും ജനങ്ങളിലേക്ക് എസ്റ്റാബ്ലിഷ് ആകുവാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്കൊക്കെ സാധിച്ചു, ഞാൻ ഉൾപ്പെടെ. അങ്ങനെ ആ ആൽബത്തിന് ശേഷം പിന്നെ ആ ആൽബത്തിലൊരു പാട്ടാണ് സാഗരങ്ങളെ ശാന്തമാക്കിയോൻ ശക്തനായവൻ കൂടെയുണ്ട്. അതിൽ വേറെ ഒത്തിരി പാട്ടുകളുണ്ട്. എഫ്രായിം നീ എൻ്റെ വത്സലപുത്രൻ, ഒഴുകി 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 ദൂരത്തെങ്ങോ പോയി. ഇതൊക്കെ പ്രപഞ്ചം എന്ന ആൽബം. ഗോൽഗോഥായിലെ പരമയാഗം. അതുപോലെ പ്രഭാതത്തിൽ ഉണർന്നു പാടുകയായി സൃഷ്ടിജാലം കീർത്തന സ്തോത്രങ്ങളും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ അതിലുണ്ട്. അതിലെ പാട്ടാണ് ഒരു ഉണ്ണികൃഷ്ണൻ പാടിയ ഒരു പാട്ടുണ്ട്. ബ്രദർ എഡ്വിൻ എഴുതിയൊരു പാട്ടാണ്. ഈറനണിയുന്നു എൻ്റെ നയനങ്ങൾ അനുതാപത്തിൻ മിഴിനീരാൽ ദൈവമേ ദൈവമേ ദൈവമേ. അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഉണ്ണികൃഷ്ണൻ സൂപ്പറായിട്ടാണ് പാടിയിരിക്കുന്നത്. ഇനിയുണ്ട് കേട്ടോ, ഒത്തിരി പാട്ടുകളുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പാടാനുള്ള ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കോർത്തിണക്കാം. അത് കഴിഞ്ഞ് പിന്നീട് ഇറങ്ങിയ ഒരു ആൽബമാണ് ഏദൻ തോട്ടം എന്ന് പറയുന്ന ഒരു ആൽബം ഇറങ്ങി. ഏദൻ തോട്ടം, ഗെത്സമൻ തോട്ടം. അത് പീറ്റർ കെ ജോസഫാണ് ആ ആൽബങ്ങളൊക്കെ നിർമ്മിച്ചത്. പീറ്റർ സാറിൻ്റെ വരികൾ അതിൽ ഉണ്ട്. അതിൽ ഏറ്റവും ഹിറ്റായിട്ടുള്ള 1-2 പാട്ടുകൾ ഞാൻ പറയാം.
ജീവിതമാമലകടലിൽ തോണിയേറി ഞാൻ സീയോനിൻ തീരം തേടി യാത്ര പോകുന്നു. അതുപോലെ മാണിക്യക്കല്ലായി തിരഞ്ഞെടുത്തന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ, പാരില്ലാരും നൽകാത്ത സ്നേഹം, അനുതാപിയെ തേടും സ്നേഹം. പീറ്റർ സാറിൻ്റെ ഒരുപാട് പാട്ടുകൾ ഹിറ്റാണ് കേട്ടോ. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. അത് പീറ്റർ കെ ജോസഫ് എഴുതിയതാണ്. അതുപോലെ ഇമ്മാനുവേൽ ഇമ്മാനുവേൽ നിന്നോടു കൂടെ വാഴുന്നു. അത് സൃഷ്ടി എന്ന ആൽബത്തിലെ സത്യം ഓഡിയോസ് ഇറക്കിയ ആൽബമാണ്. അത് പീറ്റർ സാർ എഴുതിയ ഒരു പാട്ടാണ്. അതുപോലെ പീറ്റർ സാർ എഴുതിയ ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ് എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം. അത് നമ്മുടെ പ്രിയങ്കരനായ കെസ്റ്റർ പാടിയിരിക്കുന്ന സകല പാട്ടും ഹിറ്റാണ്. കെസ്റ്റർ പാടിയിരിക്കുന്ന എന്തോരം പാട്ടാണെന്നറിയുള്ളത്. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ. അത് ബേബി ജോൺ കലയന്താനം എഴുതിയതാണ്. ജീസസ് ക്രൈസ്റ്റ് എന്ന ആൽബത്തിലാണ് ആ പാട്ട്. അതുപോലെ കെസ്റ്റർ പാടിയ ഒരു പാട്ടാണ് ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവനെൻ്റെ മനം തുറക്കും. അത് തന്നെ രാധിക തിലകവും പാടിയിട്ടുണ്ട്. ഇത് ബേബി ജോൺ കലയന്താനിയാണ് എഴുതിയിരിക്കുന്നത്. അത് ശാലോം എന്ന ആൽബത്തിൽ വന്നു. ആ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫയും ഒമേഗയും എന്നായിരുന്നു ആ ആൽബത്തിൻ്റെ ആദ്യത്തെ പേര്. പണ്ട് വിശ്വാസ സംഗമം എന്ന് പറയുന്ന ഒരു 3 റീത്തുകളുടെയും ലാറ്റിൻ, സിറിയൻസ്, മലങ്കര 3 റീത്തുകളുടെയും കൂടി ഒരു സംഗമം ഉണ്ടായിരുന്നു. 10-20 വർഷമായി. നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം പ്രസിഡൻ്റായി ആദ്യമായി ചാർജ് എടുത്ത ആ കാലഘട്ടത്തിലായിരുന്നു. അന്നത്തെ ആ വിശിഷ്ട അതിഥിയായിട്ട് ആ ഒരു സംഗമം ഇനോഗ്രേഷൻ ചെയ്യാനായിട്ട് കടന്നു വന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡൻറ്റ് ഈ അബ്ദുൽ കലാം സാറായിരുന്നു. അപ്പോൾ ആ ഒരു വേദിയിൽ ഈ പാട്ട് ഇനോഗ്രേഷൻ ചെയ്യപ്പെടുകയുണ്ടായി. ഈ ആൽബം ആ ഒരു ഫങ്ഷന് വേണ്ടിയാണ് ഇറക്കിയത്, ആൽഫയും ഒമേഗയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് മാറ്റിയിട്ടാണ് ഈ ശാലോം എന്ന ആൽബം പിന്നീട് ഇറക്കുന്നത്. ആ ആൽബത്തിലാണ് ഈ ഒന്ന് വിളിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഹിറ്റാവുന്നത്. പിന്നീട് അങ്ങോട്ട് ശാലോമിലെ ഒരുപാട് പാട്ടുകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്. ഒരുപാട് പേര് പാടിയിട്ടുണ്ട്. മാർക്കോസേട്ടൻ പാടിയ പാട്ടുണ്ട്. മാർക്കോസേട്ടൻ പാടിയ ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് ഇസ്രായേലിൻ നാഥനാണ്. അതുപോലെ എമ്മാനുവേൽ, ഇതൊക്കെ നമ്മൾ പറയാതെ തന്നെ മാർക്കോസേട്ടൻ്റെ ഒത്തിരി പാട്ടുകളുണ്ട്. ഞാനും മാർക്കോസേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിലേറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട് ജീസസ് എന്ന ആൽബത്തിലെ ഇസ്രായേലിൻ നാഥനാണ്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഇത് തന്നെ ഫീമെയിൽ വേർഷൻ ഗായത്രിയും പാടിയിട്ടുണ്ട്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബേബി ജോൺ കലയന്താനിയാണ്. ഞാനും ബേബി ജോൺ കലയന്താനിയും തമ്മിലുള്ള കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് മറ്റാർക്കും തരാത്ത ഒരു കോമ്പിനേഷനാണ്. അത് വേറൊരു ലെവലാക്കി ദൈവം മാറ്റിയിട്ടുണ്ട്. അതിന് കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ 2 പേരുടെ ഒരു പശ്ചാത്തലം സെയിമാണ്. ചെറുപ്പകാലം തുടങ്ങി പറഞ്ഞാലുള്ള കഷ്ടപ്പാടുകൾ തുടങ്ങി ഈ ഒരു കാലഘട്ടം വരെ സംഗീതം പഠിച്ചിട്ടില്ല. ABCD അറിയില്ല, എനിക്കും അറിയില്ല, ബേബി ജോൺ കലയന്താനിക്കും അറിയില്ല. പക്ഷേ സംഗീതത്തിൽ ഒന്നുമല്ലാത്ത ഞങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ് ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങളിലെ കഴിവുകൾക്ക് പരിമിതിയുണ്ട്, പക്ഷേ ദൈവത്തിന് പരിമിതിയില്ല. അതിന് ഉദാഹരണമാണ് ഞങ്ങൾ 2 പേരും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും ചേർന്ന് ഇറക്കിയിരിക്കുന്ന പാട്ടുകളെല്ലാം വേറെ ലെവലിലേക്ക് ദൈവം അതിനെ ഉയർത്തിയിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം ഉയർത്തി.
അതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പണ്ടൊക്കെ ഞാനും ബേബി ജോണും തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ നാൾ മുതൽ പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് പാട്ടുകൾ ചെയ്യുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ആദ്യമായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വേളയിലാണ് ഇസ്രായേലിൻ നാഥൻ എന്ന് പറയുന്ന പാട്ടുണ്ടാവുന്നത്. മുത്തോലപുരം പള്ളിയിൽ ഞാൻ ധ്യാനത്തിന് ആയിരിക്കുമ്പോൾ എന്നെ കാണുവാനായിട്ട് ബേബി അവിടെ കടന്നു വരികയുണ്ടായി. അന്ന് സൺഡേ ശാലോമിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയായിരുന്നു വന്നത്. അന്ന് സൺഡേ ശാലോം പത്രം ഇറക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ ആ പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്നെ കാണാൻ വന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഏതെങ്കിലും വരികൾ താങ്കളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായ വരികൾ 2-3 വരികളുണ്ടായിരുന്നു. അതിലൊരു പാട്ടായിരുന്നു ഇസ്രായേലിൻ നാഥൻ. അതിലെ ആദ്യത്തെ ലൈൻസും രണ്ടാമത്തെ ലൈൻസും എന്ന് വെച്ചാൽ അനുപല്ലവി വരെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ചരണം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഈ പാട്ടുകൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന വേളയാണല്ലോ, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ബേബി തന്നെയാണ് എൻ്റെ അടുത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ബേബി ഇപ്രകാരം പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ ഗാനം. ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ദൈവമേ, ജനകോടികൾ ഏറ്റുപാടുന്ന ഗാനമായിട്ട് ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുവഴി ഈശോയെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം, ലോകം മുഴുവനും ഈശോയുടെ നാമം മഹത്വപ്പെടണം. ജനകോടികൾ ഏറ്റുപാടുന്ന ഗാനമാക്കി അവിടെ നിന്ന് മാറ്റണമേ. ഞങ്ങളുടെ നാമം കുറയുകയും അങ്ങയുടെ നാമം വളരുകയും ചെയ്യണം. ഇങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ദൈവം അതേപോലെ തന്നെ ചെയ്തു. ഈ പാട്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടേക്കാണ്, മലയാളികൾ മാത്രമല്ല ഇതര ഭാഷക്കാർ ഈ പാട്ട് ഏറ്റെടുക്കുകയുണ്ടായി. രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ഈ പാട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ ക്രിസ്ത്യൻസ് എന്നല്ല, മുസ്ലിംസ് എന്നില്ല, ഹിന്ദുസ് എന്നില്ല, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ പാട്ട് ഏറ്റെടുക്കുകയുണ്ടായി. ഇതിൻ്റെ വേറൊരു വശം പറയുകയാണെങ്കിൽ ഈ പാട്ടിൻ്റെ റിംഗ് ടോൺസ്, കോളർ ടോൺസ്, ഇതിൻ്റെ മ്യൂസിക് റിംഗ് ടോൺസ്, കോളർ ടോൺസ്, പിന്നെ വിവാഹ സീഡികളുടെ അന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാനാകാത്തൊരു ഗാനം. പിന്നീട് അങ്ങോട്ട് ബാൻഡ് സെറ്റുകാർ വായിക്കാൻ തുടങ്ങി. പിന്നെ ചെണ്ടയും ബാൻഡും തമ്മിലുള്ള ഫ്യൂഷനിലൊക്കെ ഈ പാട്ട് വായിക്കാൻ തുടങ്ങി. അനേകം ഗാനമേളകളിൽ പ്രൊഫഷണലായിട്ടുള്ള എല്ലാവരും അല്ലാത്തവരും ഒക്കെ ഈ പാട്ട് പാടാൻ തുടങ്ങി. പിന്നെ മതസൗഹാർദ്ദ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പാട്ടായിട്ട് മാറാൻ തുടങ്ങി. പിന്നെ ഞാനൊരു പ്രാവശ്യം സ്പാനിഷിലെ ബാൻഡുകാർ ഈ പാട്ട് അവിടെ വായിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ വിവിധ മേഖലകളിലേക്ക് ഈ പാട്ടിനെ ദൈവവും ഉയർത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾ പറയുന്ന ഒരു കാര്യം, ഞാനെന്ന വ്യക്തിക്കോ ബേബി എന്ന വ്യക്തിക്കോ ഒരു പ്രാധാന്യവും ഇല്ല. ഞങ്ങളൊക്കെ വെറും ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ ദൈവം ഉപയോഗിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ നിന്നുകൊടുത്തു, ഞങ്ങളെ ഉപയോഗിച്ചു, ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചു. അത്രേ ഇതിനെക്കുറിച്ചിട്ട് സത്യം പറയാനുള്ളൂ. ഞങ്ങൾക്കെന്ത് പ്രാധാന്യം? ഞങ്ങൾക്കൊരു പ്രാധാന്യമില്ല. ഞങ്ങൾ കുറയുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഞങ്ങൾ കുറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഇത് തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. ഇത് തന്നെ ആയിരിക്കണം നമ്മളെല്ലാവരുടെയും ചിന്തയും ആഗ്രഹവും. നമ്മളൊക്കെ കഴിവുള്ളവരായിരിക്കാം, പക്ഷേ ഈ കഴിവിനെ അഹങ്കാരത്തോടെ കാണരുത്. ഈ കഴിവിനെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ വലിയവനാണ്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ കഴിവുണ്ട്, അങ്ങനെ കഴിവുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ ഒരു കഥയുമില്ല പ്രിയമുള്ളവരെ. ഒരു നിമിഷം ശ്വാസം നിലച്ചു പോയാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജന്മം. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം, എളിമയോടെ വിനയത്തോടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും. നമ്മൾ നിന്നു കൊടുത്താൽ മതി, തമ്പുരാൻ നമ്മളെ ഉപയോഗിച്ചോളും.